മടങ്ങിയെത്താം. ശ്രീ പി കെ ഫിറോസ്, താങ്കൾ നേരത്തെ പറയുന്ന ഘട്ടത്തിൽ ശബ്ദം കട്ടായതാണ്. ഇത് പെരുപ്പിച്ച കണക്കല്ല, പ്രപ്പോസലാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. മാത്രമല്ല, ഒരു തുക ചോദിച്ചാൽ ആ തുക കിട്ടുന്ന ഒരു പതിവ് ഉണ്ടായിട്ടില്ല. നമ്മളുടെ അനുഭവം അതാണ്. 6000 കോടി നേരത്തെ പ്രളയകാലത്ത് ചോദിക്കുമ്പോൾ കിട്ടിയത് എത്രയാണെന്ന് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. സ്മൃതി, ഇത് കിട്ടുന്നോ കിട്ടുന്നില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സർക്കാർ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ മുമ്പാകെ ഒരു കണക്ക് സമർപ്പിക്കുമ്പോൾ വിശ്വസനീയമായ കണക്ക് കൊടുക്കണ്ടേ? കേന്ദ്രം കൊടുക്കുന്നില്ല, കേന്ദ്രം നമ്മളെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പരാതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനകത്ത് യോജിച്ച പോരാട്ടം നടത്തണം, അതിനകത്ത് അതൊരു തർക്കമില്ല. അവിടെ ഒരു അവിശ്വസനീയമായ ഒരു കള്ളക്കണക്ക് അത് കൊടുക്കുന്നതിന്റെ താല്പര്യം എന്താണ്? അതിന് കൃത്യമായ ഉത്തരം ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു നോംസും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പറഞ്ഞല്ലോ, അരുൺകുമാർ പറഞ്ഞല്ലോ, നോംസിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്. ഏത് നോംസ്? സംസ്കാര ചടങ്ങിന് 75,000 അങ്ങനെ നോംസ് ഉണ്ടോ? ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ആളുകൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ 28,000 രൂപ അവർക്ക് വസ്ത്രം വാങ്ങിക്കാൻ ഒരു കണക്ക് എഴുതുമ്പോൾ അവർക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടാവും? അപ്പൊ ആ ഏത് നോംസിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കണക്കുണ്ടാക്കിയത്? അത് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഫിറോസ്, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്നത് ഇത് പെരുപ്പിച്ച കണക്കാണ് എന്നൊരു തോന്നൽ കോടതിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകാതിരുന്നത്? അല്ല, കോടതിക്ക് അറിയില്ലല്ലോ. പിന്നെ കോടതിക്ക് അറിയോ ഇത് സർക്കാർ ചെലവാക്കിയിട്ടുണ്ടോ, ഇതിന്റെ ചെലവ് എത്രയാണ്? ഇനി പിന്നീടല്ലേ പരിശോധിക്കാൻ പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കോടതി അതും പരിശോധിക്കും. പിന്നെ ഇവിടെ അരുൺകുമാർ ഒരു കാര്യം കൂടി പറഞ്ഞു, അതോട് പറയട്ടെ സ്മൃതി. സർക്കാരിനെ കുറിച്ച് ഒരു പരാതി ഉണ്ടായിട്ടില്ല ഇതുവരെ. ആര് പറഞ്ഞു പരാതി ഉണ്ടായിട്ടില്ല എന്നുള്ളത്? ഞങ്ങളൊരു ദുരന്ത മുഖത്തായതുകൊണ്ട് പരമാവധി ദുരന്ത മുഖത്ത് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മലയാളിയുടെ ഒരു സ്വഭാവമായതുകൊണ്ട് നമ്മളെല്ലാം അതിനോട് യോജിച്ച് പ്രവർത്തിച്ചു. ദുരന്തം വരുന്നതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ ദുരന്തം വന്നതിന് ശേഷം അടിയന്തര സഹായം, ഞാൻ പറയട്ടെ, അടിയന്തര സഹായം സർക്കാർ പിന്നെ 1 രൂപ പോലും കൊടുക്കാതിരുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ മുഴുവൻ ആളുകൾക്കും 15,000 രൂപ വീതം കൊടുത്തതിന് ശേഷമാണ് സർക്കാർ 10,000 കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ അടിയന്തര സഹായം കൊടുത്തില്ല. ഞങ്ങൾ 4 ദിവസം തുടർച്ചയായി ഭക്ഷണം എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണം കൊടുത്തു. ഒരു കാരണമില്ലാതെ ആ ഭക്ഷണം പന്തൽ വന്ന് കൂട്ടിച്ചു. അങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ഒരു വ്യക്തതയുണ്ടോ? അരുൺകുമാർ പറയട്ടെ, അവിടെ പിന്നെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടോ? അവരെ വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് പ്രപ്പോസൽ ആയിട്ടുണ്ടോ? അതിന്റെ പ്ലാൻ ആയിട്ടുണ്ടോ? സർക്കാർ എന്ത് കാര്യമാണ് സർക്കാർ ചെയ്തത്? മലയാളികൾ ഒരു ദുരന്തമുണ്ടായപ്പോൾ ചേർന്ന് നിന്ന് എല്ലാം മറന്ന് അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തു എന്നല്ലാതെ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത്? ഒരുപാട് പ്രപ്പോസലുകൾ സർക്കാരിന്റെ മുന്നിലുണ്ട് താനും. തീർച്ചയായിട്ടും സർക്കാരിന് കിട്ടിയ പണം ഉണ്ടല്ലോ, ആ പണത്തിന് തന്നെ അടിയന്തര സഹായം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിയന്തരമായിട്ട് കൊടുക്കേണ്ട പണമല്ലേ? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 15,000 കൊടുത്തതിന് ശേഷമാണ് 10,000 പോലും കൊടുക്കാൻ തയ്യാറായത്? സർക്കാർ ചെയ്യേണ്ട എന്ത് കാര്യമാണ് ചെയ്തത്? ഇത് പറയാതിരുന്നത് ഒരു ദുരന്ത മുഖത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന ഒരു മര്യാദ കൊണ്ട് മാത്രമാണ്. രാഷ്ട്രീയ മര്യാദ നിങ്ങൾ ഇതുവരെ കാണിച്ചു. ശരി, ശ്രീ